ഹലോ ഗൈസ്, അങ്ങനെ കല്യാണം സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. കാർത്തികിൻ്റെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പോയി ഒന്ന് താടിയും മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. മുടിയില്ല ഗൈസ്, മുട്ടത്തല്ലേ വെച്ച് ഞാൻ ട്രിം ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ താടി ഒന്ന് ട്രിം ചെയ്യണം, അതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഫുഡ് ബ്ലോഗ് ചിലപ്പോൾ കാണും. എന്നിട്ട് ഹംഗ്രി മൃണാലിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ സീക്രട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, സീക്രട്ട് ഏജൻറ്റ്. അപ്പം ഞാനും ഷാസും സീക്രട്ടൊക്കെ കൂടെ ചിലപ്പോൾ അങ്ങോട്ട് പോകാം. അത് വ്ളോഗ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇഫ് ഐ പോസിബിൾ ഞാനത് കാണിക്കാം. പിന്നെ ബാക്കി ഇന്ന് ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ വി വിൽ റെക്കോർഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, കൊച്ചി വ്ളോഗിലോട്ട് സ്വാഗതം. ബൈ. നമ്മളങ്ങനെ ഹംഗ്രി മൃണാലിൽ വന്നിരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ. മഴയൊക്കെ നനഞ്ഞ്. സീക്രട്ട്, വെൽക്കം ടു മൈ വ്ളോഗ് ബ്രോ. ഇന്നത്തെ കുറേ നാളായി. ബിരിയാണി എന്തൊക്കെയാണ് സംഭവം? ഡേറ്റ് പിക്കിളിന് 5, പൈനാപ്പിൾ സാലഡ് 14, പിക്കിളിന് 5, ഒണിയൻ ഗ്രേവി, പപ്പടം, ബോയിൽഡ് എഗ്, ദം ചിക്കൻ പീസ് 84, ഫ്രൈ ഹടാതെ ആകർഷിച്ചത് ബോയിൽഡ് എഗ്ഗിന് 16 രൂപ. ഓ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ശരി, 20 രൂപ. നമ്മൾ ക്യൂ നിന്ന് കഴിക്കും. ഓർഡർ ചെയ്യാൻ ആരാണ് പോകുന്നത്? ഓർഡർ ചെയ്യാൻ പോകുന്നത്? ആരാണ് ഓർഡർ ചെയ്യണത്? സീക്രട്ടാണ്. എടാ ഓർഡർ ചെയ്താ നീ? ക്യൂ നിൽക്കുന്ന സീക്രട്ട് ഏജൻസ്. ഓർഡർ ചെയ്താ? ബിരിയാണി, എന്താ കേൾക്കും? മലബാർ ചിക്കൻ. ഈ തിരക്കിൻ്റെ കുറച്ച് പാടുള്ളത്. എനിക്ക് പരിശീലനം വേണമായിരുന്നു. എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ്. നോക്കാം ഗൈസ്. ഓർഡർ വെൽക്കം. സാഫ് ബോയ്, ഹായ് ബ്രോ. സനു. നീ എനിക്ക് പഞ്ചപ്പെടുത്തി തരണം. എത്ര ബിരിയാണി വന്നു? 2 ബിരിയാണി പറഞ്ഞു. മതിയാ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ശരി, ടേസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഞാനെല്ലാം ടേസ്റ്റ് വാങ്ങാനുള്ള മൂടില്ല. ഓക്കെ, വീണ്ടും ഇവിടെ വന്ന് ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ. 2 ചിക്കൻ ഫ്രൈ, പപ്പടം 6 പുതിന ചമ്മന്തി, അരിയല്ല റൈസ്, പുളിശ്ശേരി, സാമ്പാർ, പച്ചടി, അവിയൽ, കൂട്ടുകറി, പായസം 6. ഇവിടുത്തെ പായസം അടിപൊളിയാണെന്ന് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും 6 വാങ്ങിച്ചത് നന്നായി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സാധനം വരുമ്പോൾ നമ്മളെ ബിരിയാണിയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് കൂട്ടുകറികൾ. ാണ് ദം ബിരിയാണി അല്ലേ? നമ്മളെ തന്നെ അല്ലേ? ഒരെണ്ണം ഫ്രൈഡ്, ചോറ് നീ പറഞ്ഞു. ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടാ. അതുണ്ട്. ഇത് ഹാഫാ, അത് ഫുൾ അല്ലേ? 1 പീസ്. അയ്യോ, എക്സ്ട്രാ ചിക്കൻ പറയായിരുന്നല്ലേ? അത് വേണമെങ്കിൽ പറയാം, സെപ്പറേറ്റ് പറയാം. അതാണ് ഗൈസ് പായസം. അത് പായസവും. ആദ്യം അത് സിംഗിൾ സാധനം വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് നോക്കാം. കൊള്ളാന്നുണ്ടെങ്കിൽ ഫർദർ ഓർഡർ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഗൈസ്. നോക്കട്ടെ. സംഭവം കുഴപ്പമില്ല കേട്ടോ, വൃത്തിയൊക്കെ ഉണ്ട്. വൃത്തിയില്ലാന്നൊന്നും എനിക്ക് തോന്നല്ല. കണ്ടിട്ട് എല്ലാം വളരെ മറ്റേ ഫുഡ് കോർട്ട് പോലെ. ഈച്ചേനൊന്നും കണ്ടില്ല കേട്ടോ. ഞാനും ഈച്ചയെ കണ്ടില്ല. ഇവിടെ ഒരു ഫുഡ് കോർട്ട് പ്രതീതിയാണ്. ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. ഫുഡ് കോർട്ട് വിത്ത് കൂപ്പൺ പരിപാടി. അത് മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് സംഭവം. കം ടു മൈ വ്ളോഗ് സ്നേഹ. കുറെ കാറിൽ അന്തർജനം. അങ്ങനെയാണോ? സ്നേഹ അന്തർജനം എന്നാണ്. ഇൻട്രൊഡ്യൂസ്. നന്ദൻ അല്ലേ? വ്ളോഗറാണോ? ബിഗ് ബോസിൽ ഞാൻ ബിഗ് ബോസ് കാണാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സീരിയലും കാണാറില്ല. ഓ, അപ്പൊ ഏതോ ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന്. ഇപ്പൊ 10 അത് കഴിയുമ്പോ ഈ 2 സാധനം ഞാൻ കാണാറില്ല. സീരിയലും കാണാറില്ല, ബിഗ് ബോസ്. സീരിയലിന്റെ പേര് ഉടനെ വെങ്കലോന്നാക്കും. നാളെ മുതൽ പത്തനമാറ്റ് കണ്ടു തുടങ്ങാൻ. എനിക്കൊരു വ്ളോഗിൽ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കോൾമി ഷസാമിന്റെ ബ്രദറാണ്. അപ്പൊ ഇതെന്റെ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്.
എന്തായാലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കാണുമല്ലോ. ജസ്റ്റ് ഒരു എന്റേത് അത്രയൊക്കെ ഉള്ളൂ. ഞാനും സെയിം പാതയാണ്. അപ്പം നമ്മൾ ഒരേ ഓ അപ്പൊ കുഴപ്പമില്ല. ഇൻസ്റ്റയിലുള്ളവർ എന്നെ ഫോളോ ചെയ്യൂ. അതെ, അപ്പം ഇതെന്താ സംഭവം? വെറും ചോറോ? പായസം കൊള്ളാം. ആ അതന്നെ, ഇവിടെ പായസം ലാസ്റ്റല്ലേ കഴിക്കണം. ഞാൻ പിങ്ക് അടിപൊളി പായസം. കുഴപ്പമില്ല. കാർത്തികിന്റെ സദ്യ എന്ന് പായസം കഴിച്ചിട്ട് വന്നിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഇത്ര പായസം അല്ലെങ്കിലും അടിപൊളി. സാധാരണ ഹോട്ടലിൽ കിട്ടുന്നേക്കാം. അതെ, ഇതെത്ര രൂപ പായസം? പക്ഷെ കാർത്തിയുടെ കല്യാണം കൂടിയിട്ട് അടിപൊളി പായസം കഴിച്ചിട്ട് വന്നോണ്ട് എനിക്കൊന്നും പിടിക്കുന്നില്ല. അവന്റെ കല്യാണത്തിന്റെ സദ്യ അടിപൊളിയായിരുന്നു. 3 ടൈപ്പ് പായസവും സൂപ്പറായിരുന്നു. മധുരമുള്ളൊരു പായസം. ശ്വാസ് കഴിക്കട്ടെ. ഇതില് സ്കിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതില് അത് ആ പീസ് മറ്റേ ചിറകില് അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചോ. കുഴപ്പമില്ല, ചിക്കൻ പീസ് ടേസ്റ്റ് ആക്കാൻ സ്കിന്നിലാണ് ടേസ്റ്റ്. ഗൈസ്, നമ്മൾ ആദ്യം കഴിക്കുന്നത് പച്ചച്ചോറോ? അല്ല, അവൻ കഴിക്കട്ടെ. അല്ലല്ല, ബിരിയാണിയാണ്. ആദ്യം ബിരിയാണി. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അവനവിടെ എക്സ്പ്രഷൻ വാരി കതറുമ്പോൾ ഞാനവിടെ ഞാൻ മറ്റേ ആ സ്കിൻ പീസും ഇവിടെ അവിടെ നിങ്ങൾ മറ്റേ തിന്നുമ്പോ ഞാൻ ഇത് കുറെ നേരം ഓരോന്നായിട്ട് അടിക്കാൻ തുടങ്ങി. ഇത് ചിക്കൻ ഫ്രൈഡ് അല്ലേ? ഇത് വിറകുള്ളി പോലെ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം. കട്ടായിക്കോ. മധുരം, നാരങ്ങ എന്തോ ഒരു സ്വീറ്റ്നെസ് അല്ലേ? ഉള്ളി മസാല ഉള്ളിയുടെ ആവാം. ഉള്ളിന്റെ ഓടെ ഇതും ഫ്രൈഡും കൂടെ ഓടെ. ഞാൻ നോർമലി വെച്ചിട്ടുണ്ട്. ഫ്രൈഡിനും ദമ്മിനും സെയിം മസാല. മസാല ഭയങ്കര സ്വീറ്റ്നെസ്. ചിക്കനൊക്കെ വെന്തേക്കനൊക്കെ അടിപൊളിയാ. ആ കൂടെ പ്രശ്നം തന്നെ അവർ ഈ മധുരം, ഉള്ളി ഭയങ്കര മധുരം, വെരി സ്വീറ്റ്. അത് ഭയങ്കരമായിട്ടൊരു പുച്ഛത്തിന്റെ ഗ്യാപ്പ്. വണ്ടി കിടന്നാ കൊള്ളാം. പക്ഷേ സാധനം കൊള്ളാം. നോട്ട് ബാഡ്. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് കുറച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം സുഖമാണ്. പക്ഷെ 16 രൂപ മുട്ട അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരൂല. ആ 16 രൂപ മുട്ട ഏത് കോഴിയാണ് ഇടുന്നതെന്നുള്ളത് എനിക്കറിയണം. അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ആരാണ് കയറിയെന്ന് അത് വിരിക്കണേന്ന് അറിയാം. ഈ 16 രൂപ ചാർജ് ചെയ്യണേന് എന്തെങ്കിലും പപ്പടം ക്രഞ്ചി അല്ല കേസ് 7 രൂപയ്ക്ക്. അയ്യോ തുണി പോലത്തെ പപ്പടം. ഇതിന് 7 രൂപ ചാർജ് ചെയ്യുന്ന ഭയങ്കര മോശമാണ്. ബ്രോ ചാർജ് ചെയ്തു, പക്ഷെ അത് ഫ്രഷ് ആയിട്ട് പൊരിച്ചു കൊടുത്താൽ കൊള്ളായിരിക്കും. അതെ, കുറച്ച് ഇത്തിരി സീനാണ് അറിയാം. പക്ഷെ നേരത്തെ കൊടുക്കുന്നത് 7 രൂപ ആയതുകൊണ്ട് മാസമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ മേടിച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് ചേട്ടാ പപ്പടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ട് തരുന്നതാണ് നമ്മളെയൊക്കെ പഠിച്ചിട്ടുള്ളത്. ബിരിയാണി ഈസ് ഗുഡ്. ബിരിയാണി എസ്പെഷ്യലി ദം ബിരിയാണി. ഫ്രൈഡ് ഒരുമാതിരി പൊരിച്ച് ഒരു വഴിക്കായി കളഞ്ഞു. അതുകൊണ്ട് അത് ഈ ദം ബിരിയാണി കൊള്ളാം, നൈസാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ഇത് അവര് കഴിച്ച പ്ലേറ്റാണ്, ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. ഇത് നിങ്ങൾ കഴിച്ചതിന്റെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, കാരണം കഴിച്ചു തീർക്കാന്നുള്ളതുകൊണ്ട് വേറെ ഒന്നും പുള്ളു പറയണോ വേണ്ടെന്ന് ആലോചിക്കാം. ഇതിന്റെ ഈ മധുരം ഒന്ന് പറയുക. സത്യം പറഞ്ഞാൽ ഇപ്പം മസാല അല്ല, ആ ഉള്ളിയിൽ മധുരമുണ്ട്. പക്ഷെ അവര് മസാല എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉള്ളിയാണ്. ഒത്തിരി കാരമലൈസ്ഡ് ആയിട്ടുള്ള ഉള്ളി. അപ്പൊ അതിന്റെ ആ ഒരു സ്വീറ്റ്നെസ് ഭയങ്കരമായിട്ട് വരുന്നു. അതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് സംഭവമാണ്. എനിക്കും വലിയ മസാല ഇഷ്ടമല്ല. അതിൽ കുറച്ചുകൂടെ ഒരു ജീവൻ വരണം ആ മസാലയിൽ. എന്നാ സെറ്റാണ്. ചിക്കനൊക്കെ വേവിച്ചേക്കുന്ന എല്ലാം അടിപൊളി. ഈ ഫുഡ് കൊള്ളാം. ഈച്ച കണ്ട ഈച്ച ഇല്ലല്ലോ. ഉണ്ട്, 1-2 ഐറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഏതൊരു സാധാ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലോ എവിടെ പോയിരിക്കാനുള്ള ഈച്ച മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ലുലുവിനകത്ത് കാണുമല്ലോ ഈച്ച, ലുലു മോള്. ബിക്കോസ് ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് മറ്റേ സാധനമാണ്.
വിഷയം ഞാൻ പറഞ്ഞാ എപ്പോഴും ഒരു ഹോട്ടലിൽ കയറിയ ഹൈജീനെ കുറിച്ച് പറയുന്ന ആളാണ് വേണാല്. അതാണ് പറഞ്ഞത്. ഹോട്ടൽ കൺസൾട്ടന്റ് കൂടിയാണ്. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്തില്ലേ, കറക്റ്റ് ടീച്ചറെ ട്രീറ്റ് ചെയ്തില്ലേ, ഇയാൾ പറഞ്ഞു വെച്ചത് ഇയാൾക്ക് തിരിച്ചടിക്കുകയാണ്. അതാണ് സംഭവം. ഇപ്പൊ നോർമൽ ഒരാൾക്ക് വിടാനല്ല, നോർമലാണ് ടീച്ചർ ആരും മൈൻഡ് ചെയ്യല്ല. കാരണം ഇവിടെ പേരിൽ വിരലുണ്ടാവുന്ന 4-5 ഇത് കുറച്ചൊക്കെ കർമ്മയാണ്, അല്ലാതെ നമ്മൾ ഈ ബാക്കിയുള്ളവർക്ക് പോയിട്ട് കുറ്റം പറയുമ്പോൾ ആൾക്കാർ ഇറ്റ്സ് എ വെരി ഗുഡ് റെസ്റ്റോറൻറ്റ്. ഈ പ്രൈസിന് നല്ല ഫുഡാണ്. ആകെ സനി പറഞ്ഞ പോലെ മുട്ടയും പപ്പടവും. പപ്പടം ചില ഫുഡ് പായസം 22 രൂപയ്ക്ക് നല്ല പായസം, പക്ഷെ 22 രൂപേന്റെ ക്വാണ്ടിറ്റി കുറവാണ്. മുട്ട ഓവർ പ്രൈസ്ഡ് ആണ്, പപ്പടം ഓവർ പ്രൈസ്ഡ്. പപ്പടം പ്രൈസ് വന്നോട്ടെ, പക്ഷേ ഇല്ലല്ല ഫ്രഷ് ആണെങ്കിൽ പിന്നെ പപ്പടം പൈസ വാങ്ങിക്കുന്ന സ്ഥിതിക്ക് ഫ്രഷ് ആയിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് 7 രൂപ എന്തിനു വാങ്ങിക്കണം? പിന്നെ ചിക്കൻ ഫ്രൈ ശോകമാണ്. ദുരന്തം. അല്ല, ഫ്രൈഡ് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. ഫ്രൈഡ് ബിരിയാണിയിലെ ഫ്രൈഡ് ബിരിയാണിയിലെ ചിക്കൻ ഭയങ്കര ഡ്രൈയാ, ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഭയങ്കര ഓവർ. അതിനോട് അവരുടെ ഉള്ളി മസാലയും രണ്ടും കൂടെ ആ ഒരു കോമ്പിനേഷൻ ശരിയാവുന്നില്ല. Again, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പ്രൈസിന് ഓക്കെ, അത്രേ ഉള്ളൂ. ഈ പ്രൈസിന് ഓക്കെ, അതാണ് പറഞ്ഞത്. അല്ലാതെ നമ്മളൊരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇതിപ്പോ ഒരു പ്രീമിയം റെസ്റ്റോറന്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. പ്രീമിയം റെസ്റ്റോറന്റ് ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. മറ്റേ ആ പ്രൈസിന് നമുക്ക് കുറച്ചുകൂടെ നൈസ് സംഭവം. ദം ബിരിയാണിയിലെ ദം ബിരിയാണി കൊള്ളാം. ദം ബിരിയാണിയാണ് എനിക്ക് ഫ്രൈഡ് ഇഷ്ടപ്പെട്ടില്ല. ദം ബിരിയാണി എനിക്ക് മറ്റേത് കഴിക്കണമെന്നുണ്ടായിരുന്നു, ബസ്മതി റൈസ്. അതെ, അത് നൈസ്. നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ സനി? ഞാനും സനി അത് കഴിച്ചിട്ടുണ്ട്. മറ്റേ പെർഷ്യയിലെ സാധനം. ഈ വന്നിരുന്ന് മറ്റേ ഭയങ്കര ഹേറ്റ് പറയാൻ അതൊന്നും എനിക്ക് തോന്നിയില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ഒരു വിഷയവുമില്ല. ഇറ്റ്സ് വെരി നൈസ്, ഫില്ലിംഗ് ആണ്. നമ്മൾ ഇത്രയും എന്ത് ലാഭമില്ല, 20 രൂപയ്ക്കൊക്കെ ആ കറി, നമുക്ക് വേണ്ട കറി മാത്രം എടുക്കുക. കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. പിന്നെ അത് ആവശ്യമുള്ള സാധനം മാത്രം ആവശ്യമുള്ളത് മേടിക്കുക, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. മനസ്സിലായി. ഒരുപാട് കറി ഇപ്പം ചിലവരൊക്കെ പറയുന്നല്ലോ, ഇപ്പൊ ചില കറികൾ നമുക്ക് പ്രിഫറബിൾ ആണ്, അത് മാത്രം മേടിക്കുക. 20 രൂപയ്ക്ക് കഴിഞ്ഞ്. ഒരുമാതിരി ആപ്പിളിൽ റാം ഇടണ പോലെയാണ്. 20,000 എക്സ്ട്രാ റാം ഇടണ പോലെ. പക്ഷെ ഇത് കുറവാ. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോൺസെപ്റ്റ് ഇസ് വെരി ഗുഡ്. പറയൂ, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും? അതെ, നല്ല ഫുഡായിരുന്നു. മീൻസ് പായസം കുഴപ്പമുണ്ടായിരുന്നില്ല. പായസം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം പായസം കുടിക്കാത്ത ഒരാളാണ്, പക്ഷെ കുറച്ച് മധുരം കൂടുതലായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബിരിയാണിയുടെ റൈസ് കൊള്ളാം, പക്ഷെ ആ മസാല റൈസ് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മസാല ഭയങ്കരമായിട്ട് ഇവിടെ പിടിച്ചില്ല. പിന്നെ നമ്മൾ നോർമൽ ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പാർ മധുരമായിരുന്നു, മധുരം കൂടുതലായിരുന്നു. അതെ, നമ്മൾ തൃശ്ശൂർക്കാർക്ക് മധുരം ഉണ്ടാവില്ല അങ്ങനെ. നമ്മളെ സാമ്പാറിലൊന്നും മധുരം ഇട്ടില്ല അങ്ങനെ. ഇതിന് മധുരം കൂടുതലാവും. മറ്റേ പൈനാപ്പിൾ കിച്ചടി, അതെ. അവിയലും കുഴപ്പമുണ്ടായിരുന്നു. അവിയലിൽ കുറച്ച് മുളക് പൊടിയുടെ ഒരു കുത്തുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നമുണ്ടായിരുന്നു. നോർമലി വെജിറ്റേറിയൻ കഴിക്കാറില്ല, എനിക്ക് പ്രൈസ് ജസ്റ്റിഫൈഡ് ആണെന്ന് അറിഞ്ഞു. കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും. നമ്മള് വെജിറ്റേറിയൻ ആണല്ലോ, മുമ്പേ നമ്മളിപ്പോ സദ്യ ഈ പ്രൈസ് ജസ്റ്റിഫയബിൾ ആണ്. ഈ സാധനത്തിനാണ് 20 രൂപ കാണിച്ചു കൊടുത്ത ചേട്ടാ. ഇതിനാണ് 20 രൂപ. ഒരു സംഭവത്തിന് ഒരു ചെറിയ പാത്രത്തിനാണ് 20 രൂപ. നമുക്കൊരു സദ്യക്ക് കഴിക്കുമ്പോഴത്തേനും ഒരു ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഉണങ്ങി പിടിച്ച പപ്പടം അതിന് 7 രൂപ. പപ്പടം കുറച്ച് ശോകമാണ്, തുണി പോലത്തെ പപ്പടം. 7 രൂപ ചാർജ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഫ്രഷ് ആയിട്ട് കാണും. മുട്ട എന്തായാലും എന്റെ അമ്മ ഞാൻ വാങ്ങിച്ച പോലും ഇല്ല. 16 രൂപയുടെ മുട്ട. അതാണ് അത്ഭുതം. ഇങ്ങനെ മുട്ട സത്യം പറഞ്ഞ ഒരു വികാരമാണ് എല്ലാവർക്കും ബിരിയാണിയിലൂടെ. അയാൾ ചൂഷണം ചെയ്യണ പോലത്തെ എനിക്ക് ഫീലിംഗ്. എല്ലാവരുടെയും മുട്ടക്കൊതി 16 രൂപ ചാർജ് ചെയ്തിട്ട് കാശുണ്ടാക്കാനുള്ള പരിപാടി. 10 രൂപയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. 6 രൂപ കൂടുതലിട്ട് എനിക്ക് മനസ്സിലാവില്ല. ഒരു 6 രൂപ മുട്ടയ്ക്കും 4 രൂപ അങ്ങിയ കഷ്ടപ്പാട്, അവിക്കാനുള്ള കഷ്ടപ്പാട്. അതെ, സത്യം. ഇതിപ്പോ ഭയങ്കര അവര് നമ്മളെ മറ്റേ ഇത് പറഞ്ഞ പോലെ പുള്ളിക്കാരിയുടെ കണ്ണിൽ മാത്രം അത് വന്നിട്ട് ഇങ്ങനെ ഫുള്ള് പൊട്ടിച്ച. ഈച്ചില്ലെന്ന് പറയണ്ട, ഈച്ചുണ്ട്. 1-2 ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഇവിടെ ഉണ്ട് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അല്ല, ഈച്ചില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഫുഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ
അല്ല ചേട്ടന്റെ വ്ളോഗിൽ ഈ ചട കഥ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ സിനിമയുടെ കഥ. അതെ, അവൻ ഈ പാത്രം ഇവിടെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ചകൾ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് മാറി നിൽക്കും. പെട്ടെന്ന് അവരൊന്ന് ക്ലീൻ ചെയ്യണ ഒരു പരിപാടി ഇപ്പൊ തന്നെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങിക്കണവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എന്നൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും ഈച്ചകൾ കുറഞ്ഞിരിക്കും. ഇവരുടെ ടോക്കണും കാര്യങ്ങളൊക്കെ പിന്നെ ഇവരുടെ കുഴപ്പമില്ല, നല്ല ഫുഡാ. ഞാനിനി സെക്കൻഡ് ടൈം വന്ന് കഴിക്കൂല. ഇതൊരു എക്സ്പെരിമെന്റൽ രീതിയിൽ ഈ ഒരു പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രാവശ്യം വരില്ല. കുറച്ചുകൂടെ കാശിട്ട് നമുക്ക് നല്ല ബിരിയാണി കഴിക്കാം. നമ്മള് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിഷ്യൂ പേപ്പർ ഫ്രീ ആണ്. ഞാൻ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഫ്രീ ആണ്. വേറെ എന്തൊക്കെ ഫ്രീ ആണ്? വേറെ വെള്ളം ഫ്രീ ആണ്. വെള്ളം പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ഗ്ലാസ് പോയിട്ട് എടുക്കണം. ഇങ്ങോട്ട് കൊണ്ടുതരുന്നത് ഇവിടെ ഒന്നുമില്ല. വർക്കൗട്ടിന് വേണ്ടിയുള്ള നടക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ യെല്ലോ റെഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ്. ഫുഡ് കോർട്ടാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ഫുഡ് കോർട്ട് രീതിയിലാണ് അവര് ചെയ്തേക്കുന്നത്. സെയിം മറ്റേ കൂപ്പൺ സിസ്റ്റം സംഭവം. ചിലയിടത്തൊക്കെ എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇതേപോലെ സാധനം ആദ്യം നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുക, പിക്കപ്പ് ചെയ്യുക, വന്നിരുന്ന് തിന്നുക. ആ ഒരു സെയിം പോളിസിയാണ് പുള്ളി ഇവിടെയും തുടങ്ങിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? അവിടെ ഉണ്ട്. ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, ചില ഹോസ്പിറ്റലിലുണ്ട് കൂപ്പൺ പോയി വാങ്ങിച്ചിട്ട് നമ്മള് അതെ. ഇപ്പൊ ഈവൻ ആസ്റ്ററിലൊക്കെ പോയാലും അവിടെ പാരഗണിലേക്ക് ആ സാധനം ആദ്യം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കൂപ്പൺ കിട്ടി പിക്കപ്പ് ചെയ്തോണ്ടോ കഴിക്കാം. ഇതൊരു പുതിയ സിസ്റ്റം ഒന്നുമല്ല. ഉള്ളി തിങ്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, വെജിറ്റേറിയൻ സാധനങ്ങൾ. അപ്പൊ സാധാരണക്കാർക്ക് ഒരു നല്ല സംഭവമാണ്. അപ്പൊ അവർക്ക് വേണ്ട കറിയും കുറച്ച് ചോറും മാത്രം മതി എന്നുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചിട്ടങ്ങ് പോവാം. അത്ര പൈസ ആകത്തില്ല. പുള്ളി എനിക്കൊന്ന് തുടങ്ങിയത് എനിക്കൊന്ന് ആ ഒരു ക്രൗഡിനെ കണ്ടിട്ടായിരിക്കും. നമ്മളിപ്പോ ഫുൾ എല്ലാ ടൈപ്പ് സാധനവും എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നുണ്ട്. നമുക്കിത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പ്രൈസ് നമ്മൾ നോക്കൂല, നമ്മൾ ടേസ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ അന്ന് നോക്കുമ്പം ഇത് ചിലപ്പം പിടിക്കത്തില്ല. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ചോറിൽ തന്നെ. ഈ ഒത്തിരി ഉള്ളിയുടെ ടേസ്റ്റ് ഇങ്ങനെ അങ്ങ് ഓവർ പവർ ചെയ്യാതെ ഭയങ്കര സ്വീറ്റ് കേട്ടോ മസാല, ഭയങ്കര ഒടുക്കുന്ന സ്വീറ്റ്. അത് മാത്രം ഒന്ന് നമ്മൾ കുറച്ച് വേറെ ലൈക്ക് ഒന്നും പറഞ്ഞാൽ സ്പൈസി, മീഡിയം സ്പൈസി, ഒട്ടും സ്പൈസി അല്ലാത്തത്. ഇത് ഒട്ടും സ്പൈസി അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. നമുക്കൊക്കെ മീഡിയവും പറ്റും സ്പൈസിയും പറ്റും. രണ്ടും നമുക്ക് അത്യാവശ്യം മസാല ടേസ്റ്റ് വേണം. അതിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് അറിയണം. ആ ഒരു സംഭവം അതാ. ഇതൊരു മറ്റേ കാരമലൈസ്ഡ് ഓണിയൻ അതിൽ ചിക്കൻ വേവിച്ചിട്ടേക്കുന്നത് അത്രയാണ്. എന്നല്ല ഞാൻ പറഞ്ഞേ ഈ ഒരു പ്രൈസിന് ഗൈസ് ഇത് ആവശ്യമുള്ളവർക്ക് വന്ന് കഴിക്കാം, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി, സമയം ഇപ്പോൾ 3:30 ആയവരെ 175ാമത്തെ ടോക്കൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ 175 ഐറ്റംസ് ഇവിടെ പോയിട്ടുണ്ട്. 175 ആൾക്കാർ വന്ന് പോയിട്ട് ആൾക്കാർ അതിന് 125 ടൈപ്സ് ഓഫ് ഐറ്റംസ് ആയിരുന്നു. 125 ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് 3.5 മണിക്കൂറുണ്ട്. അന്നത്തെ വീഡിയോ ഒരു 350 ആയിരുന്നു. തലേ ദിവസത്തെ റീസെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് 300 എത്ര ആയിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓണർ ആരായാലും പുള്ളി കുറച്ച് ഡൗൺ ടു എർത്ത് ആവേണ്ടിയാണ്. അല്ല അത് ശരിയല്ല, ഞാൻ ഓക്കെ ഗൈസ്. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ മൃണാൽ ബ്രോ പഴയ ഒരു ബ്ലോഗറാണ്, ഫുഡ് ബ്ലോഗറാണ്. സോ ബേസിക്കലി നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള സാധനമുണ്ട്. അവരുടെ ബിസിനസ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പുള്ളി അത് പണ്ട് നല്ല രീതിയിൽ പച്ചയ്ക്ക് ഓരോന്ന് പറയുമായിരുന്നു. ഇപ്പം അത് തിരിച്ച് പച്ചയ്ക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വേണം, മനസ്സ് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. ചിലപ്പോൾ അവർ ആ മുമ്പ് ബ്രോ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പ്രശ്നം വെച്ചിട്ട് തగ్గടിക്കാൻ വേണവരും കാണും. അത് ഞാൻ പറഞ്ഞില്ലേ, കർമ്മ എന്നുള്ളൊരു സാധനമാണ് ബ്രോ. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് തിരിച്ചടിക്കും, മലത്തിയടിക്കും, എല്ലാം ചെയ്യും. നാളെ ഞാനൊരു ഫോണോ ടെക് ഗാഡ്ജറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ആൾക്കാര് സബ് സ്റ്റാൻഡേർഡ് സാധനമാണെങ്കിൽ അവർ വന്ന് വിമർശിക്കും. അതെ. അപ്പൊ ഒന്ന് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ നാളെ ഞാൻ സിനിമ ചെയ്താലും തന്നെ അവസ്ഥ. കോക്ക് മറ്റേ വീഡിയോ പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. അപ്പൊ തിങ് ഈസ് നമ്മള് നല്ലത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമ്മള് ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മളും എല്ലാവരും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാണ്. അപ്പൊ കുറ്റം പറയുന്നവരും ഉണ്ട്. അതിൽ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാല്ലോ, ചിരിച്ച മുഖമായിട്ട് എടുക്കുക. അല്ല വെറുതെ ആക്കിയുള്ളൊരു ചിരിയും ആൾക്കാരെ പുച്ഛവും ആ ഒരു സംഭവം ഒരിക്കലും ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങളെ ഹോട്ടലിൽ നിന്ന് കാശ് വാങ്ങിച്ച് തിന്നുന്നവരടുത്ത്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വേണം. ചുമ്മാ നമ്മളാരും ഒന്നും പറയത്തില്ലല്ലോ. ആൾക്കാർ കസ്റ്റമേഴ്സ് വെറുതെ ഒന്നും പറയത്തില്ല. സോ ബേസിക്കലി യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് ഇസ് ഓക്കെ ഫോർ ദാറ്റ് പ്രൈസ്. അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്.
പിന്നെ ആ കൂടെ മുട്ടയുടെ പ്രൈസ് ഒത്തി കുറയ്ക്കുക. 16 രൂപ മുട്ട. ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നം. പപ്പടം പിന്നെ 7 രൂപയുടെ പപ്പടം. ഏതോ മേക്ക് ഇറ്റ് ഫ്രഷ്. ഇങ്ങനത്തെ സൈഡ് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പം ഫ്രഷ് ആയിട്ട് കൊടുക്കുക, പൈസ വാങ്ങിക്കുന്ന സ്ഥിതിക്ക്. അല്ലാത്ത പ്രശ്നം കസ്റ്റമർ കെയറിലും നിങ്ങൾ കസ്റ്റമറിൻ്റെ ഒരു എന്താ പറയുക അവരുടെ സന്തോഷവും നോക്കുക കുറച്ചൊക്കെ. ബിക്കോസ് നിങ്ങളിപ്പോൾ 3-4 കടകൾ വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ തന്നെ വന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ എന്തായാലും നോക്കുക, അവരെ നോക്കേണ്ട രീതിയിൽ. മനസ്സിലായില്ല, അല്ല വെറുതെ അവരെ പുച്ഛിച്ച് കഴിഞ്ഞ് ബിസിനസ് വിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവും. അത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു വൈഡ് സ്പ്രെഡ് ഹേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വെരി ബാഡ് തിങ് ഫോർ യുവർ ബിസിനസ്. അപ്പോൾ അത് മാത്രം നോക്കുക, ബാക്കിയൊന്നും പറയാനില്ല. നിങ്ങൾ ഫുഡിനെ പറ്റി എല്ലാം അറിവുള്ള ആളാണെന്ന് സ്വന്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വേറൊന്നും പഠിപ്പിച്ച് തരുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മളും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സോ ചുമ്മാ അല്ല പറയുന്നത്, കാര്യമായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ മോശമൊന്നുമില്ല. ഈച്ചകളൊന്നും ഞാൻ കണ്ടില്ല, പുള്ളിക്കാരി മാത്രം കണ്ടു ഈച്ച. 2-3 എണ്ണി ഇവിടെ അതാണ് ഞാൻ പറഞ്ഞ ഈച്ച വരണമെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റ് ക്ലിയർ ചെയ്യാൻ നോക്കുക പെട്ടെന്ന്. അത് 1-2 നമുക്ക് വിട്ടുകൊടുക്കാം. ബിക്കോസ് മഴയല്ലേ, കുറച്ച് മഴയായതുകൊണ്ട് ചിലപ്പോൾ വല്ലതൊക്കെ വരും. അതാ ഞാൻ മാക്രോ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാ ഈച്ചേരം. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഫുൾ അവിടെ. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്യാൻ കം എനി ടൈം. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, അഫോർഡബിൾ ആണ് സാധനം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയും അത്യാവശ്യം ആ ഒരു പ്രൈസിനുള്ളതുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു വേർഡിക്റ്റ്. ബാക്കിയുള്ളത് സി യു. ഡ്രൈയിങ് കട്ട്ലറ്റ് ഇത് അടിപൊളിയാണെന്ന് പുള്ളി പറഞ്ഞു, അതൊന്നും നമുക്ക് കഴിച്ചു പോകാം. കൊള്ളാം. ഇറാനിയൻ കട്ട്ലറ്റ് എന്നാ കഴിച്ചു നോക്കിയാ? കഴിച്ചെന്നോ? ഇത് കൊള്ളാം കേട്ടോ, നൈസ്. ചിക്കൻ കഴിച്ചോ? നിന്റെ മോനെ കാണിക്കാം. ദിസ് ഈസ് ഗുഡ് ഗൈസ്. പ്രൈസ് ഒന്നും ഞാൻ നോക്കുന്നില്ല, ടേസ്റ്റ് ഉണ്ടോ അന്ന് കഴിയും. കൊല ഫാൻ. ഇത് കൊള്ളാവോ ഇല്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഉള്ള ഒരു എല്ലാ ടോപ്പ് സ്ഥലങ്ങളും കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അത് ഞാൻ ട്രൈ ചെയ്യണോ? ആ ക്രീമൺ ലവേഴ്സാണ് വേണ്ടത്. മറ്റേത് വേണ്ട. ആ ഡോണട്ടാ. ക്രീം എങ്ങനെ ഉണ്ടാകത്ത്? ഡോണറ്റ് പോലത്തെ ഒരു ഫീലാണ്. നമ്മുടെ ഒരു ബ്രെഡ് കമ്പനി ഉണ്ട്, അവിടെ ഈ സെയിം സാധനം കിട്ടും. കഴിച്ചോക്ക്. ഫുഡൊക്കെ അടിച്ച് തളർന്നു എല്ലാവരും. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എല്ലാം സെറ്റല്ലേ? മുട്ട ബജിയൊക്കെ കഴിച്ച് സെറ്റായല്ലോ. ആ കുഴപ്പമില്ല. പ്രൈസിങ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, എവരുടെ മനസ്സിലുള്ളത് ഞാൻ പിന്നെ പറഞ്ഞതാണ് ഗൈസ്. ഇത് എന്റെ പരസ്യമാണോ അവളുടെ പരസ്യമാണോ? നിന്റെ പരസ്യമാണോ? ആ ഓക്കെ ഗൈസ്, ഈ സെയിം സാധനം എനിക്കും കൂടെ വേണ്ടി ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.